അതായത് പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയ ലാവലിൻ കേസ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അതെനിക്കറിയില്ല, ചിലപ്പം ഷാജി രാഘവൻ കേട്ടിട്ടുണ്ടാവില്ല. അത് 2017 ഒക്ടോബർ 10 ലാവലിൻ കേസിൽ പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ CBI ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് പോയത് 2017 ഒക്ടോബർ 10. 18 കഴിഞ്ഞു, 19 കഴിഞ്ഞു, 20 കഴിഞ്ഞു, 21 കഴിഞ്ഞു, 22 കഴിഞ്ഞു, 23 കഴിഞ്ഞു. 6.5 വർഷക്കാലമായി. 6.5 വർഷക്കാലമായിട്ടും ഈ പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ ഒരു തവണയെങ്കിലും CBI സുപ്രീം കോടതിയിൽ എയർലി ഹിയറിംഗ് കൊടുത്തിട്ടുണ്ടോ എന്ന് ഈ അച്ചാരം വാങ്ങാത്തയാളും അജണ്ടയില്ലാത്ത ആളുമായിട്ടുള്ള ഷാജി രാഘവൻ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. 39 തവണയാണ് ലാവലിൻ കേസ് ബെഞ്ചിൽ വന്നിട്ട് മാറ്റിവെച്ചത് ഷാജി രാഘവ. 29 തവണ ആ കേസ് രജിസ്ട്രിയിൽ വന്നിട്ട് മാറിപ്പോയി മിസ്റ്റർ ഷാജി രാഘവൻ. ഒരൊറ്റ തവണയെങ്കിലും ഈ നരേന്ദ്രമോദിയുടെ സർക്കാർ ആ ലാവലിൻ കേസിൽ ഒരു എയർലി ഹിയറിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഷാജി രാഘവ ഈ 6.5 വർഷത്തിനിടയിൽ? അതിന് പറയേണ്ട ഭാഷ ഞാൻ പറയില്ല, കാരണം അത് ഷാജി രാഘവനാണ് ആ ഭാഷ ഉപയോഗിച്ച് ശീലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അതിന് ഒത്തുതീർപ്പെന്ന് മാത്രമേ പറയുന്നുള്ളൂ, വേറൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൽ പരം വല്ല തെളിവും ഷാജി രാഘവൻ ഇനി വേണോ? പിന്നെ ഞാൻ വസ്തുനിഷ്ഠമായിട്ടാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചത് 12/6/2023 ഷാജി രാഘവൻ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനൊന്ന് ഒച്ചയെടുത്ത് പറയുന്നത്. 12/6/2023 ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ 3 അംഗ ബെഞ്ചിന്റെ ഓർഡർ വന്നത്. ഷാജി രാഘവ എവിടെയായിരുന്നു ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് കഴിഞ്ഞ 7 മാസം? ഏതു മാളത്തിലായിരുന്നു ഷാജി രാഘവ? ഈ SFIO ഇപ്പോഴാണല്ലോ ഈ SFIO ഇപ്പൊ രംഗത്ത് വരുന്നത്. ഇവിടെ ഇത്രയും നാളെ എവിടെയായിരുന്നു? പിണറായി വിജയനെതിരെ തെളിവില്ലാഞ്ഞിട്ടാണോ? ഇഷ്ടംപോലെ തെളിവുകൾ പിണറായി വിജയനെതിരെ ഉണ്ട്. പിണറായി വിജയന്റെ മകൾക്കെതിരെ ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. ഈ തെളിവുകളെല്ലാം ഉണ്ടായിട്ടും പിണറായി വിജയനെ തൊടുന്നില്ല. പിണറായി വിജയൻ അന്വേഷണ ഏജൻസികൾ തൊടുന്നില്ല. പിണറായി വിജയനെ ജയിലിലൊന്നും കയറ്റണ്ട. പിണറായി വിജയനോട് ഒരു 10 ചോദ്യം ചോദിക്കാറുണ്ടല്ലോ ഷാജി രാഘവ. പിണറായി വിജയന്റെ മകളോട് ഒരു 10 ചോദ്യം പിന്നെ ഏതെങ്കിലും അന്വേഷണ ഏജൻസിക്ക് ഷാജി രാഘവ ചോദിക്കാറുണ്ടല്ലോ. 2020 ശേഷം ഒരു ചോദ്യം പിണറായി വിജയനോട് ചോദിച്ചിട്ടുണ്ടോ? പിണറായി വിജയൻ ഡോളർ കടത്തി എന്നുള്ളതിന് എത്ര മൊഴികൾ വേണം? ഇല്ലെങ്കിൽ ഞാൻ ഷാജി രാഘവന് തരാം. ഒരു തവണയെങ്കിലും ഒരു അന്വേഷണ ഏജൻസി പിണറായി വിജയന്റെ മുഖത്തേക്ക് ഒന്ന് രൂക്ഷമായി നോക്കിയിട്ടെങ്കിലും ഉണ്ടോ ഷാജി രാഘവ? പിന്നെ ഞാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, ആം ആദ്മി പാർട്ടിയുടെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ 1.5 വർഷം ജയിലിലിട്ടു. എന്ത് തെളിവുണ്ട് ഷാജി രാഘവ? ഒന്ന് പറഞ്ഞേ. അരവിന്ദ് കെജ്രിവാളിനെതിരെ എന്ത് തെളിവുണ്ട് ഷാജി രാഘവ? ഒന്ന് പറഞ്ഞേ. 9 മണിക്കൂർ അയാളെ ചോദ്യം ചെയ്തിട്ട് വെറുതെ വിട്ടതല്ലേ? അപ്പൊ അന്വേഷണ ഏജൻസികളെ ഈ ഗവൺമെന്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നുള്ളതൊക്കെ ഷാജി രാഘവനും KM ഷാജാനും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഇന്നൊരു ഉന്നതനായ BJP നേതാവ് തന്നെ എന്നോട് ചോദിച്ചെന്താണെന്നറിയാവോ? ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും അരവിന്ദ് കെജ്രിവാളും ചെമ്പ് കൊണ്ടുണ്ടാക്കിയതാണോ എന്നും പിണറായി വിജയൻ സ്വർണം കൊണ്ടുണ്ടാക്കിയതാണോ എന്നുമാണ് ഒരു ഉന്നതനായിട്ടുള്ള BJP നേതാവ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ പിണറായി വിജയനെ ഒന്നും തൊടാത്തതിൽ ഒരു അജണ്ടയും ഇല്ല. പിണറായി വിജയൻ ഒന്നും ചെയ്യാത്തതിൽ ഒരു അച്ചാരവും വാങ്ങിയിട്ടില്ല. KM ഷാജാനാണ് അച്ചാരം വാങ്ങിയിട്ടുള്ളത്. KM ഷാജാനാണ് അജണ്ടയുള്ളത്. സഭാഷ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ലാവലിൻ കേസ് സംബന്ധിച്ചെങ്കിലും ഒരു മറുപടി ഷാജി രാഘവൻ പോണതിന് മുമ്പേ എനിക്കൊന്ന് തരണം എന്ന് മാത്രമേ എനിക്ക് ഷാജി രാഘവനോട് വിനയാന്വിതമായി എനിക്ക് ചോദിക്കാനുള്ളൂ. അല്ല ശ്രീ ഷാജഹാൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ BJP CPM അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന ആരോപണം പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് അടക്കം ഉന്നയിച്ചിരുന്നു. പക്ഷെ താങ്കൾക്ക് അറിയാലോ കാര്യങ്ങൾ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞത് എന്ന്. അപ്പോൾ ഇത് ഈ തെരഞ്ഞെടുപ്പ് ആയുധമാക്കുന്നു SFIO ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നതിൽ എത്രത്തോളം അതിൽ ആധികാരികത ഉണ്ട് എന്നുള്ളതാണ്. അല്ല അനിലെ, ഞാൻ വളരെ മാന്യമായൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഞാനത് 2 പ്രാവശ്യം പറഞ്ഞു, ഒന്നുകൂടെ എനിക്കത് ആവർത്തിക്കേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ അന്വേഷണങ്ങളെല്ലാം കൊണ്ടുവരണമെന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയന്റെ മകളെയും പീഡിപ്പിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനതോട്ട് പറയുകയില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്നെ വിശ്വസിക്കുകയില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം,
12/6/2023 വന്ന ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ 3-അംഗ ബെഞ്ചിന്റെ ജുഡീഷ്യൽ ഓർഡറിനകത്ത് പിണറായി വിജയനും മകളും ചെയ്ത വൃത്തികേടുകളെ കുറിച്ചിട്ടുള്ള ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നല്ലോ. അല്ല, പക്ഷേ അതിൽ SFIO അന്വേഷണം വേണമെന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അനില, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. ഡിറക്റ്റിംഗ് അല്ലേ, അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് അങ്ങനെ ഒരു നിർദ്ദേശം ഇല്ല, അങ്ങനൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. അല്ല, ആ ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ് ഹൈക്കോടതിയിലോട്ട് പോകുന്നത്. ഇപ്പൊ പോകേണ്ടി വന്നു. പക്ഷേ എന്താണ് എന്റെ തീർത്തോ, ഞാൻ പറയാം. അല്ല, ഞാൻ പറയുന്നത് അതായത് ഈ ED അന്വേഷണം അല്ലെങ്കിൽ CBI അന്വേഷണം ആവാന്നൊക്കെയുള്ള പരാമർശം ഏതോ ഇതിൽ വന്നിട്ടുണ്ട്. കമ്പനി ഓഫ് രജിസ്ട്രാർ അല്ലേ, ROC അതിൽ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ SFIO അന്വേഷണം വേണമെന്ന രീതിയിലുള്ളൊരു പരാമർശം ഇതേക്കുറിച്ച് അന്വേഷിച്ച ഈ ROCയുടെ അതുപോലെ ഈ ഇൻകം ടാക്സിൻ്റെ ഇൻ്ററി സെറ്റിൽമെൻറ്റിൻ്റെ ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ആ അന്വേഷണം ആവശ്യപ്പെട്ട ഒരാൾ പോകുന്നു അല്ലേ, ഒരു മിനിറ്റ്, അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പോകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൻ്റെ വാദം കേൾക്കുന്നു. അവിടെയാണ് KSIDCക്ക് വേണ്ടി 25 ലക്ഷം രൂപ കൊടുത്ത് വക്കീലിനെ ഇറക്കുന്നത്. അതുപോലെ CMRLും നല്ല മിടുക്കനായിട്ടുള്ള കാശ് കൂടുതൽ വാങ്ങുന്ന അഭിഭാഷകനെ നിയോഗിച്ച അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൃത്യമായിട്ട് വാദങ്ങളൊക്കെ കേട്ട് അതിൽ പക്ഷേ ഒരുപക്ഷെ മനസ്സിലായി കാണും ഈ ഒരു ഘട്ടത്തിൽ ഇത് ആവശ്യമാണ്, അനിവാര്യമാണ് എന്ന് തോന്നിയതുകൊണ്ടായിരിക്കുമല്ലോ കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചത്, അതിൽ ഇതിനകത്ത് അനിൽ, ഇതിനകത്ത് അതിൽ അസ്വാഭാവികമായിട്ട് എന്താ ഉള്ളത്?